കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പൂജാരി പ്രശ്നമൊക്കെ നോക്കിയതിനു ശേഷം പറയണേ, കളരിക്കലെ നാഗശാപമെല്ലാം പൂർണ്ണമായിട്ടും തന്നെ തീർന്നിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞതിൽ ഒരു മാറ്റവും ഇല്ല. അന്നേരം സിത്താര ചോദിക്കണേ, പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ മോൾ വീണ്ടും സർപ്പത്തെ കാണുന്നത്? അന്നേരം സിദ്ധം പറയണേ, അത് മറ്റൊന്നുമല്ല, നാഗപ്രീതി നേടി കളരിക്കലെ നാഗശാപം തീർത്ത പെൺകുട്ടി ഇതല്ലല്ലോ. ആ പെൺകുട്ടിയാണ് നാഗദൈവങ്ങൾ അനുവദിച്ചിട്ടുള്ളത്. അവളെ മാറ്റി മറ്റൊരു പകരക്കാരി അവൾക്ക് പകരം കളരിക്കലെത്തിയപ്പോൾ കളരിക്കലിനെ പിന്തുടരുന്ന ആ നാഗങ്ങൾ ആ പെൺകുട്ടിയെ പിന്തുടരാൻ തുടങ്ങി. അതുതന്നെയാണ് ഇതിനുള്ള കാരണം. അത് ചിലപ്പോൾ ഇനിയും വലിയ വലിയ വിപത്തുകളിലേക്ക് പോയേക്കാം. പല വിപത്തുകൾക്കും കാരണമായേക്കാം. ഈ കുട്ടിയുടെ ജീവൻ തന്നെ അപകടത്തിലായിന്നും വരും. അതെല്ലാം കേട്ട് ഭയന്ന് നിൽക്കുവാണ്ടോ സിത്താരയും ഗാഥയുമൊക്കെ. അന്നേരം സിത്താര ചോദിക്കണേ, അല്ല തിരുമേനി, ഇതിനൊരു പരിഹാരമില്ലേ? പരിഹാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രശ്നത്തിൽ തെളിഞ്ഞത് ചില പ്രത്യേകമായിട്ടുള്ള നാഗപൂജ നടത്തുന്ന സ്ഥലങ്ങളും അമ്പലങ്ങളും ഒക്കെയുണ്ട്. അതെല്ലാം സന്ദർശിക്കണം. പറഞ്ഞിരിക്കുന്ന വഴിപാടുകളെല്ലാം അനുഷ്ഠിക്കണം. ഇതെല്ലാം പൂർത്തിയാക്കുന്ന അത്രയും നാൾ നവീനും ഗാഥയും രണ്ടായിട്ട് വേണം താമസിക്കാൻ. നിങ്ങൾ തമ്മിൽ ഒന്നിക്കാൻ പാടില്ല. അന്നേരം ഗാഥ ചോദിക്കണേ, എത്ര നാൾ ഞങ്ങൾ തമ്മിൽ അകന്നിരിക്കേണ്ടി വരും? അന്നേരം തിരുമേനി വരണേ, അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ പറ്റില്ല. ശാപങ്ങളും നാഗദൈവത്തിന് ഇഷ്ടക്കേടുമൊക്കെ മാറുന്നത് വരെ കാത്തിരുന്നേ പറ്റുള്ളൂ. ഈ സമയം മുത്തശ്ശി പറയണേ, എന്നാൽ പിന്നെ നിങ്ങൾ രണ്ടാളും പുറത്തേക്ക് ചെല്ല്. ഞാൻ തിരുമേനിയിടുക എന്ന് പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള മറ്റു കർമ്മങ്ങളും അതിന് ചീട്ടും മറ്റും കൂടി വാങ്ങിയിട്ട് വരാം. അങ്ങനെ അവർ രണ്ടാളും പുറത്തേക്ക് പോകുവാണ്. ഈ സമയം മുത്തശ്ശി സിദ്ധനോട് പറയണേ, തിരുമേനി ഒത്തിരി നന്ദിയുണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു കാര്യവും ആവശ്യപ്പെട്ട് തിരുമേനിയുടെ അരികിലേക്ക് വരരുതെന്നാണ് വിചാരിച്ചത്. പക്ഷേ മറ്റൊരു മാർഗം എൻ്റെ മുമ്പിലില്ല. നവീനും ഗാഥയും ഒന്നിക്കാൻ പാടില്ല. അത് എങ്ങനെയും തടഞ്ഞു നിർത്തിയേ പറ്റുള്ളൂ. അതാണ് രണ്ട് കുട്ടികൾക്കും നല്ലത്. എനിക്ക് വേണ്ടി തിരുമേനി അവർക്ക് മുമ്പിൽ കള്ളം പറയേണ്ടി വന്നു. ഞാനതിന് മാപ്പ് ചോദിക്കുവാണ്. അന്നേരം സിദ്ധം പറയണേ, അതിന് ഞാൻ സത്യമല്ലാത്ത ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല. പ്രശ്നത്തിൽ തെളിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. അവർ തമ്മിൽ ഒരു കാരണവശാലും ഒന്നിക്കാൻ പാടില്ല. അത് നാഗദൈവങ്ങൾ തന്നെ തടഞ്ഞിട്ടുള്ളതാണ്. അതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ രണ്ടുപേരുടെയും ജീവൻ തന്നെയായിരിക്കും ആപത്ത്. ഞാൻ മുമ്പേ പറഞ്ഞിരുന്നല്ലോ, കളരിക്കലെ നാഗശാപം തീർത്ത ആ പെൺകുട്ടി അവളായിരിക്കണം നവീൻ്റെ ഭാര്യ. അവൾക്ക് മാത്രമേ നവീൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. മറ്റാർക്കും ആ സ്ഥാനത്തിരിക്കാൻ പറ്റില്ല. എന്താണെങ്കിലും എല്ലാ പ്രശ്നങ്ങളും ഉടനെ പരിഹരിക്കപ്പെടട്ടെ. നവീൻ്റെ ഭാര്യയായിട്ട് കളരിക്കലെ ശാപം മാറ്റിയ ആ പെൺകുട്ടി എത്രയും പെട്ടെന്ന് തന്നെ കളരിക്കലേക്ക് തിരിച്ചെത്തട്ടെ. അതോടെ എല്ലാ പ്രശ്നങ്ങളും തീരും. അങ്ങനെ അതെല്ലാം കേട്ട് അവിടെ നിന്നും പോകുവാണ് മുത്തശ്ശി. പിന്നീട് കാണിക്കുന്നത് മോളിക്കുട്ടിയും കൃഷ്ണയും കൂടി അവിടുത്തെ ചായക്കടേൻ്റെ അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിക്കുവാണ്. അന്നേരം മോളിക്കുട്ടി അവിടുത്തെ ചായക്കടയിലെ ചേട്ടനോട് അനിയൻ സാറിൻ്റെ കാര്യത്തെക്കുറിച്ച് ഓർക്കണേ, ചേട്ടാ എന്നാലുവേ ഈ അനിയൻ സാറ് എങ്ങനെയാണ് ജയിലിലായത്? നാട്ടുകാർക്കൊക്കെ ഇത്രയും പ്രിയപ്പെട്ട ആളല്ലേ? ഇത് നല്ല തങ്കപ്പെട്ട സ്വഭാവമാണ്. അങ്ങനെയുള്ള അനിയൻ സാറ് എന്ത് കുറ്റം ചെയ്തിട്ടാണ് ഇത്രയും നാൾ ജയിലിൽ കിടന്നത്? അന്നേരം ശ്രീനിവാസിൻ്റെ പഴയകാല ചരിത്രത്തെക്കുറിച്ച് പറയുവാണ്ടോ ആ കടയിലെ ചേട്ടൻ. എല്ലാവർക്കും നന്മകൾ ചെയ്തിരുന്ന, എല്ലാവർക്കും പ്രിയങ്കരനായിരുന്ന ആളായിരുന്നു അനിയൻ സാറ് MBA പഠിക്കാനായിട്ട് പട്ടണത്തിലേക്ക് പോയിരുന്നു. അവിടെയുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് സാറ് ഇഷ്ടത്തിലായിരുന്നു. ആ പെൺകുട്ടി ഒരു അനാഥയാണ്. പിന്നീട് അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ആ സാഹചര്യത്തിൽ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അനിയൻ സാർ ഈ നാട്ടിലെത്തി. രണ്ടുപേരും സന്തോഷത്തോടെ തന്നെയാണ് ജീവിച്ചത്. എന്നാൽ അവരുടെ സന്തോഷമുള്ള ജീവിതം കണ്ട് പലർക്കും അസൂയയും കുശുമ്പും ഒക്കെയായിരുന്നു. അങ്ങനെയുള്ള ഈ നാട്ടുകാരിൽ ചിലർ തന്നെയാണ് ഇല്ലാത്ത കഥകൾ അനിയൻ സാറിനെ കുറിച്ച് അടിച്ചിറക്കിയത്. അങ്ങനെ ഇതെല്ലാം കേട്ട് കൃഷ്ണയും അവിടെ ഇരിക്കുന്നുണ്ടാവും. പെട്ടെന്ന് അവിടെ ലോട്ടറി വയ്ക്കുന്ന ആ സൈക്കിളിൻ്റെ അടുത്ത് ആൾക്കാർ കൂടുന്നത് കാണുന്നതും കൃഷ്ണ വേഗം അവരുടെ അരികിലേക്ക് ചെന്ന് അവർക്ക് ടിക്കറ്റൊക്കെ വിറ്റുകൊണ്ടിരിക്കുവാണ്. അന്നേരം ആ കടയിലെ ചേട്ടൻ മോളിക്കുട്ടിയുടെ ബാക്കി കാര്യങ്ങളും പറയുവാണ്. എന്നിട്ട് ചേട്ടൻ പറയണേ, അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവരുടെ വീട്ടിൽ ഒരു വേലക്കാരി നിന്നിരുന്നു. ശാന്തി എന്നോ മറ്റോ ആയിരുന്നു പേര്. ആ പെൺകുട്ടിയും ശ്രീനിവാസ സാറും തമ്മിൽ വഴിവിട്ട രീതിയിലുള്ള ബന്ധമുണ്ടെന്നൊക്കെ ഈ അനിയൻ സാറിൻ്റെ ഭാര്യ എന്നെ പറഞ്ഞു ധരിപ്പിച്ചു. അവർ അതെല്ലാം വിശ്വസിച്ച് അനിയൻ സാറും ഭാര്യയും തമ്മിൽ വല്ലാത്ത വഴക്കിലായി, പ്രശ്നങ്ങളായി. ഈ സമയത്തെ അനിയൻ സാറിൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. പ്രസവ സമയം എടുത്തപ്പോൾ ആ ഒരു കുഞ്ഞിനെ പ്രസവിക്കാനായിട്ട് ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. അവരുടെ അനാഥയാണല്ലോ, കൂട്ടിനാണെങ്കിൽ ആരുമില്ല. എന്നാലും അനിയൻ സാറിനോട് വല്ലാത്ത വാശിയും വെറുപ്പും ഒക്കെയായിരുന്നു. ഇതേസമയം സാറിനൊരു പെൺകുഞ്ഞും ജനിച്ചു. എന്നാൽ സാറിൻ്റെ ചില ശത്രുക്കളുണ്ട്. ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞെത്തി. അവരിൽ നിന്നും തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് അനിയൻ സാറിനും അവരുമായിട്ടൊരു മൽപ്പിടുത്തം തന്നെ നടത്തേണ്ടി വന്നു. അതിനിടയിൽ ആ കൊല്ലാൻ വന്ന ആളുകൾക്കിടയിൽ ഏതോ ഒരാൾ മരണപ്പെട്ടു. അതിന് സാറിന് അറിയാതെ പറ്റിയതാണോ, അറിഞ്ഞുകൊണ്ട് പറ്റിയതാണോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്തിട്ട് അത് സാറിൻ്റെ തലയിൽ കെട്ടിവെച്ചതാണോ? അതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് ഇപ്പോഴും എനിക്കറിയില്ല. കൃത്യമായിട്ട് പറയണമെങ്കിൽ സാറിനെ കൊണ്ടേ പറ്റുള്ളൂ. അങ്ങനെ ആ കുറ്റത്തിൻ്റെ പേരിൽ പോലീസുകാർ അനിയൻ സാറിനെ അറസ്റ്റ് ചെയ്യുമായിരുന്നു.
ശത്രുക്കളാണെങ്കിൽ കിട്ടിയ അവസരം വ്യക്തമായിട്ട് തന്നെ ഉപയോഗിച്ചു. അതെല്ലാം സാറിൻ്റെ തലയിലാക്കി വെച്ചു. അങ്ങനെ കേസായി കോടതിയായി ജയിലിൻ്റെ ഉള്ളിൽ പോയപ്പോൾ രക്ഷപ്പെടാനാവാത്ത വിധം മറ്റൊരു കേസിലും കൂടി പെട്ടു. അങ്ങനെ ജീവപര്യന്തര ശിക്ഷ സാറിന് വേണ്ടി കോടതി വിധിച്ചു. ഇതിൻ്റെ ഇടയിൽ വേലക്കാരിയായ ആ ശാന്തിയുടെ കയ്യിലേൽപ്പിച്ച സാറിൻ്റെ കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിനെ കണ്ടെത്താൻ കുറേ ശ്രമങ്ങളൊക്കെ നടത്തി. മാത്രമല്ല സാറിൻ്റെ ഭാര്യയായിരുന്ന ആ സ്ത്രീയെ പലതവണ സാർ പരോളിനിറങ്ങിയപ്പോഴൊക്കെ കാണാൻ ശ്രമിച്ചു. എന്നാൽ പിന്നീട് അറിയാൻ കഴിഞ്ഞത് അവർ മറ്റാരെയും വിവാഹം കഴിച്ച് അതിലൊരു കുഞ്ഞുണ്ടെന്നൊക്കെയാണ്. ഇപ്പോൾ സാറിൻ്റെ ആകെ ഒരു പ്രതീക്ഷ വേലക്കാരിയെ ഏൽപ്പിച്ച ആ കുഞ്ഞിനെയാണ്. ആ കുഞ്ഞിനെ ഒരു നോക്ക് കാണാനും തൻ്റെ മോളെ ചേർത്ത് പിടിക്കാനും വേണ്ടിയിട്ടാണ് അനിയൻ സാർ ഇത്ര നാൾ ജയിലിൽ ദിവസങ്ങളെണ്ണി കാത്തിരുന്നത് തന്നെ. നമ്മുടെ ലോട്ടറി വിൽക്കുന്ന ആ പെൺകുട്ടിയില്ലേ, അത്രയൊക്കെ ഉണ്ടാവും ഇപ്പോൾ അനിയൻ സാറിൻ്റെ മോളും. അങ്ങനെയൊക്കെ പറഞ്ഞ് ആ ചേട്ടൻ അവിടെ നിന്നും പോകുവാണ്. അതെല്ലാം കേട്ട് മോളിക്കുട്ടി പറയണേ, പാവം അനിയൻ സാറിന് എത്രയും പെട്ടെന്ന് തന്നെ സാറിൻ്റെ മോളെ കണ്ടുപിടിക്കാൻ പറ്റട്ടെ. ഇതേ സമയം കൃഷ്ണയാണെങ്കിൽ അവിടെ ആൾക്കാർക്കൊക്കെ ലോട്ടറി വിറ്റുകൊണ്ടിരിക്കുമായിരിക്കും. ഈ സമയത്തായിരിക്കും കേട്ടോ കൃഷ്ണയുടെ ഫോണിലേക്ക് സുനന്ദ വിളിക്കുന്നത്. അങ്ങനെ സുനന്ദ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അന്നേരം സുനന്ദയോട് കൃഷ്ണ പറയണേ, ഇവിടെ ഞാൻ ലോട്ടറി കച്ചവടമൊക്കെ തുടങ്ങി, ചെറിയ തിരക്കൊക്കെ ഉണ്ട്, കുറേ പേരൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ലോട്ടറിയൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ഗോപാലമാമയെ ഞാൻ വിളിച്ചിരുന്നു, ഗോപാലമാമയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. അന്നേരം സുനന്ദ പറയുന്നുണ്ട്, ഇവിടെ ഗോപാലേട്ടന് കൃഷ്ണ കൂടെ ഇല്ലാത്ത കാരണം ആകെ വിഷമമാണ്. എപ്പോഴും നീയും ഗോപാലേട്ടൻ്റെ കൂടെ ലോട്ടറി ടിക്കറ്റ് വിൽക്കാനൊക്കെ പോകുമല്ലോ, ഇപ്പോൾ ആകെ ഒരു ഒറ്റപ്പെട്ട പോലെയാണെന്നാണ് ഗോപാലേട്ടൻ പറയുന്നത്. അന്നേരം കൃഷ്ണൻ പറയണേ, എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ ലോട്ടറി വിൽപ്പനയിലെ ഗുരുവല്ലേ ഗോപാലമാമ. പിന്നെ ഇവിടെയുള്ള ആളുകളെയൊക്കെ ആയിട്ട് പരിചയപ്പെട്ട് വരുന്നതല്ലേ ഉള്ളൂ, സ്ഥലങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇന്ന് കച്ചവടം തുടങ്ങുന്ന സമയത്ത് ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എന്ത് പ്രശ്നങ്ങൾ? അത് മറ്റൊന്നുമല്ല, ഇവിടുത്തെ ഒരു ഗുണ്ടയെ പോലെ ഒരാളുണ്ട്, സെൽവൻ. അയാൾക്ക് ഇവിടെ പുറത്തുനിന്ന് ആൾക്കാർ വന്ന് കച്ചവടം തുടങ്ങുന്നതെന്ന് ഇഷ്ടമല്ല. അയാൾ ഞാനുമായിട്ട് ചെറുതായിട്ട് നടക്കി. അതിൻ്റെ പേരിൽ അയാൾ എന്നെ ഉപദ്രവിക്കാൻ വന്നു. ആ സമയം അനിയൻ സാറാണ് വന്ന് രക്ഷിച്ചത്. അനിയൻ സാറോ? അതാരാ? ഇവിടുത്തെ വലിയൊരാളാ, എല്ലാവർക്കും ദൈവത്തെ പോലെയാണ്. ജയിലിൽ നിന്ന് ഇന്ന് വന്നതേ ഉള്ളൂ. അത് കേൾക്കുന്നത് സുനന്ദ ചോദിക്കണേ, ദൈവത്തെ പോലെയുള്ള ആൾ ജയിലിലോ? അങ്ങനെയൊക്കെയാ സുനന്ദ ചേച്ചി. ആളൊരു പാവമാണ്, എല്ലാവരും നല്ലത് മാത്രമേ പറയുന്നുള്ളൂ. നല്ല സ്വഭാവമൊക്കെ ആരൊക്കെ ചേർന്ന് ചതിച്ചതാണെന്നാണ് തോന്നുന്നത്. സുനന്ദ ചേച്ചി എന്തെങ്കിലും തിരക്കിലാണോ? ചെറിയ കുറച്ച് ജോലികളുണ്ട്. എന്നാൽ ശരി, ഞാൻ പിന്നെ വിളിക്കാം. അങ്ങനെ പറഞ്ഞ കൃഷ്ണ കോൾ കട്ട് ചെയ്യുവാണ്. പിന്നീട് പുറത്തു നിന്ന് സംസാരിക്കുന്ന സിത്താരേനെയും ഗാഥേനെയാണ് കേട്ടോ കാണിക്കുന്നത്. അന്നേരം ഗാഥ പറയണേ, മമ്മിക്കിപ്പോൾ വിശ്വാസമില്ലേ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും എൻ്റെ തോന്നലുകളല്ലെന്ന്. ഒരു നാഗം എന്നെ പിന്തുടരുന്നുണ്ടെന്ന് ആ തിരുമേനി തന്നെ പറഞ്ഞില്ലേ? കൃഷ്ണശാപം മാറ്റാനെന്നും പറഞ്ഞ് എനിക്ക് പകരം നാഗദൈവത്തിൻ്റെ അനുഗ്രഹമെല്ലാം വാങ്ങിച്ചത് ആ കൃഷ്ണ. എൻ്റെ തലയിൽ ഇപ്പോൾ നാഗങ്ങളുടെ ശാപം മാത്രമേ ഉള്ളൂ. മമ്മിക്കിപ്പോൾ തോന്നുന്നുണ്ടാകുമല്ലേ, നാഗശാപമുള്ള എന്നെ മാറ്റിയിട്ട് നാഗദൈവങ്ങൾ അനുഗ്രഹിച്ച കൃഷ്ണയെ തന്നെ നവീൻ്റെ ഒപ്പം ജീവിപ്പിച്ചാൽ മതിയായിരുന്നു എന്ന്. അങ്ങനെ മമ്മിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തോ. ഈ സമയം ഗാഥയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ സിതാരയുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട്. അന്നേരം സിതാര പറയുന്നുണ്ട്, മോളെ, ഇത്ര നാൾ നിന്നോട് പറയാതെ മറച്ചു വെച്ച ഒരു ഭൂതകാലം അമ്മക്കുണ്ടായിരുന്നു. പലതവണ നീ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ നിന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. നിനക്കറിയാത്ത ഒരു സിതാര ശ്രീനിവാസ് ഉണ്ടായിരുന്നു. ഇക്കാണുന്ന സമ്പത്തോ പത്രാസോ ഒന്നുമില്ലാത്തൊരു സിതാര, ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടിരുന്ന സിതാര. സത്യത്തിൽ ഞാനൊരു ഓർഫനായിരുന്നു, അനാഥ. എനിക്കെന്ന് പറയാൻ ആരുമില്ല. അനാഥാലയത്തിലായിരുന്നു വളർന്നതും ജീവിച്ചതുമെല്ലാം. അനാഥാലയത്തിൽ എൻ്റെ കഷ്ടപ്പാടുകൾക്കും യാതനകൾക്കുള്ള ഒരു മോചനമായിരുന്നു ശ്രീനിവാസുമൊത്തുള്ള എൻ്റെ വിവാഹം. വലിയ കുടുംബത്തിലുള്ള ശ്രീനിവാസിൻ്റെ ഭാര്യയായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയതിനു ശേഷം എൻ്റെ ജീവിതത്തിലെ സന്തോഷമായിരുന്നു. ഞാനും ശ്രീനിവാസവും ചേർന്ന് ഒത്തിരി സന്തോഷത്തോടെയായിരുന്നു ജീവിച്ചത്. പക്ഷേ പോകെ പിന്നീടാണ് ഞാൻ മനസ്സിലായത്, അനാഥയായ എൻ്റെ ജീവിതത്തിൽ സന്തോഷിക്കാനുള്ള ദിവസങ്ങളായിരുന്നില്ല അത്രയും നാളെന്ന്. അതെല്ലാം ഒരു സ്വപ്നം പോലെ മാത്രമായിരുന്നു. അതിൻ്റെ ഇടയില ശ്രീനിവാസനും ഷാനിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞത്. എങ്ങനെയാണ് ശ്രീനിവാസന് എന്നെ ചതിക്കാൻ തോന്നിയതെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല. ശാന്തി, അവളെ ഞാനൊരു വേലക്കാരിയല്ല കണ്ടത്, സ്വന്തം കൂടെപ്പിറപ്പിനെ പോലെ തന്നെയാണ് കണ്ടത്. അവളിൽ നിന്നുള്ള ചതി എനിക്ക് താങ്ങാനായില്ല. ആ സമയത്തായിരുന്നു നിന്നെ ഞാൻ വയറ്റി ചുമന്ന് നടന്നിരുന്നത്. അങ്ങനെ പ്രസവിക്കാനുള്ള സമയമായപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റായി. നിന്നെ പ്രസവിച്ചു. അവിടേക്കും ആ ശ്രീനിവാസ് വന്നത് ഒരു കൊലയാളിയായിട്ടായിരുന്നു. ബോധം വന്ന സമയം എന്നോട് അവിടുത്തെ നേഴ്സുമാരും ഡോക്ടേഴ്സും ഒക്കെ പറഞ്ഞത്, നിന്നെ അവർ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കിയെന്നോ അതിൻ്റെ ഇടയിൽ അയാൾ ആരെയോ കൊന്നുവെന്നോ അങ്ങനെയൊക്കെയാണ്. എങ്ങനെയാ ശ്രീനിവാസിന് ഇത്രയും വലിയ രീതിയിലൊരു മാറ്റം സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ പരിചയപ്പെട്ട ശ്രീനിവാസ് അങ്ങനെയൊന്നും അല്ലായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി, ശ്രീനിവാസിന് ഈ മാറ്റത്തിനുള്ള കാരണമെല്ലാം അവളായിരുന്നു എന്ന്, ആ ശാന്തി. പിന്നീട് ആ നാട്ടിൽ മനസമാധാനത്തോടെ നിൽക്കാൻ എനിക്ക് തോന്നിയില്ല. കൊലപാതക കുറ്റത്തിൻ്റെ പേരിൽ ശ്രീനിവാസ് ജയിലിലായി. നിന്നെയും കൊണ്ട് ആരും അന്വേഷിച്ചു വരാത്ത രീതിയിൽ ദൂരത്തേക്ക് ഞാൻ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ നാട്ടിലേക്ക് വന്നു.
പരോളിന് വന്ന ശ്രീനിവാസനും അയാളുടെ ആളുകളും നിന്നെക്കുറിച്ച് പലതും ചോദിച്ചു. അയാളെ കൊണ്ടുള്ള ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടി നീ അയാളുടെ മകളല്ലെന്നും ഞാൻ മറ്റൊരു വിവാഹം കഴിച്ചു അതിലുണ്ടായ കുട്ടിയാണ് നീ എന്നും വരെ അവരോട് പറഞ്ഞു. അങ്ങനെയാ അവരെ കൊണ്ടുള്ള ശല്യം ഒന്ന് അവസാനിച്ച് കിട്ടിയത്. പിന്നീടുള്ള എൻ്റെ ജീവിതം മുഴുവൻ നിനക്ക് വേണ്ടിയായിരുന്നു. പിന്നീട് സിത്താര ശ്രീനിവാസ് ഈ കാണുന്ന രീതിയിലുള്ള സമ്പാദ്യങ്ങളെല്ലാം വെട്ടിപ്പിടിച്ചതും ഇത്രയും ഉയരങ്ങളിലെത്തിയതും അന്നെല്ലാം എൻ്റെ മനസ്സിൽ പകയും വൈരാഗ്യവും മാത്രമായിരുന്നു. മനസ്സിൽ കൂട്ടിവെച്ച ഇഷ്ടം മുഴുവൻ ഞാൻ നിനക്ക് തന്നത് നിനക്ക് വേണ്ടി മാത്രമാണ്. നീയായിരുന്നു എൻ്റെ ലോകം. നിൻ്റെ സന്തോഷം കാണാനാണ് ഈ അമ്മ എല്ലാം ചെയ്തു കൂട്ടിയത്. നീ സന്തോഷത്തോടെ ജീവിക്കണം, അത് കാണണം, അത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായത്. എൻ്റെ എല്ലാ പ്രതീക്ഷയും നിന്നിലായിരുന്നു. ഇപ്പോൾ ഞാൻ സംഭവിച്ച അതേ കാര്യങ്ങളിലൂടെ നീയും കടന്നു പോകുന്നു. നിൻ്റെ ജീവിതവും കൂടി തകർന്ന് എല്ലാം നഷ്ടപ്പെട്ട് നീ നിൽക്കുന്നത് കാണാൻ എന്നെക്കൊണ്ട് പറ്റില്ല മോളെ. അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തം ഒരിക്കലും നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ്ടോ സിത്താര? അതെല്ലാം കേട്ട് ഗാഥക്ക് ഒത്തിരി സങ്കടമാകണേ. അമ്മയുടെ ജീവിതത്തിൽ ഇത്രയും വലിയ ദുരന്തം സംഭവിച്ച കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു അമ്മേ. എന്തൊരു ദുഷ്ടനായ ആൾ എൻ്റെ അമ്മയോട് എന്തൊരു വലിയ ദ്രോഹം ചെയ്തത് മമ്മി എന്നും പറഞ്ഞ് ഗാഥ സിത്താരയെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഗാഥയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്